ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ സെറീൻ. സ്ട്രെസ് അഥവാ ടെൻഷൻ കാരണം ശാരീരികമായിട്ടും മാനസികമായിട്ടും പലരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ സ്ട്രെസ് നമുക്ക് വളരെ നാച്ചുറലി അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പൊ അത്തരം ചില ഭക്ഷണങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇതിൽ ആദ്യത്തത് നെല്ലിക്കയാണ്. നെല്ലിക്ക എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ ഒരു സോഴ്സ് ആണ്. അപ്പോൾ വൈറ്റമിൻ സി ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിനെ ഇത് കുറയ്ക്കുകയും ഹാപ്പി ഹോർമോൺസ് ധാരാളമായിട്ട് ഇജക്ട് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒന്ന് എന്ന് പറയുന്നത് മുരിങ്ങ ലീവ്സ് ആണ്. മുരിങ്ങയിലയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ, അതുപോലെ മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നുണ്ട്, ഇത് ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ പേശിയുടെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒന്നെന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ്സിൽ മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും. സെറട്ടോണിൻ, എൻഡോർഫിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസിനെ ഒരുപാട് ഇജക്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫാറ്റി ഫിഷസ് ആണ്. ഫാറ്റി ഫിഷസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയില, മത്തി, ചൂര, അതുപോലെ സാൽമൺ ഫിഷ്, ഇതിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പൊ ഒമേഗ 3 ഫാറ്റി ആസിഡ് സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും അവസാനത്തെ ഒന്ന് ബെറീസ് ആണ്. ബെറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലൂബെറീസ് ഉണ്ട്, ബ്ലാക്ക് ബെറീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോബെറീസ് ഉണ്ട്. ഇതില് വൈറ്റമിൻ സിയുടെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്ട്രെസ് കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ച് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ സ്ട്രെസ് ഹോർമോൺ കുറച്ചു കൊണ്ടുവരാനും കോർട്ടിസോൾ കുറയ്ക്കാനും ഒക്കെ പ്രധാനമായിട്ട് സഹായിക്കും. താങ്ക് യു സോ മച്ച്.